Hello, I am Sarida. എല്ലാവർക്കും SimpleTips മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യും അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് 10 പേരെ തിരഞ്ഞെടുത്തിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ഹാഫ് ആവുമ്പോഴത്തേക്കും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ബ്രൈറ്റനിങ്ങിന് ഞങ്ങൾ ഒരുപാട് ചേച്ചി ഷെയർ ചെയ്തിട്ടുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഭ്രമരയുടെ ഏത് പ്രൊഡക്റ്റാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ആൾക്കാർക്ക് ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഫേസ് പാക്ക് ഉണ്ടോ ഫോർ ബ്രൈറ്റനിങ്? അപ്പോൾ ശരിക്കും നമ്മളുടെ ഫോർ ബ്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആൾക്കാർക്ക് ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിവാളിപ്പാണ്. കാരണം എല്ലാവരും എപ്പോഴും വെയിലത്തും ഒക്കെ പോകുമ്പോഴും പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് നന്നായിട്ട് സൺ ടാൻ ഉണ്ടാവാറുണ്ട്. അത് ഫേസിലും നെക്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ അപ്പോൾ അത് മാറാനായിട്ടും അതുപോലെ സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവൻ ആവാനായിട്ടൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഭ്രമരയുടെ ഫേസ് പാക്ക് ഫോർ ബ്രൈറ്റനിങ് ആണ്. അപ്പോൾ സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോണിന് ഫോർ ബ്രൈറ്റനിങ് പർപ്പസിനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാവുന്ന ഫേസ് പാക്ക് ആണ്. പൗഡർ ഫോമിലാണ് നമ്മളുടെ ഫേസ് പാക്ക്. അപ്പോൾ കുറേ പൗഡേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫേസ് പാക്ക്. അപ്പം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഓരോ സ്കിൻ ടൈപ്പുകാർ ഇത് യൂസ് ചെയ്യേണ്ട ഒരു വിധമുണ്ട്. അത് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ നിങ്ങളിപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുക, നോർമൽ ആണെങ്കിൽ എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് 10 പേരെ തിരഞ്ഞെടുത്തിട്ട് ഭ്രമരയുടെ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ സാധാരണ നമ്മൾ ഒരു നേരത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ ഒരു സ്പൂണിന് ഒരു ചെറിയ സ്പൂൺ മതി. കാരണം നമുക്ക് അത് കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഇത്രയും മതിയാവും. അപ്പോൾ ഇത് ഓരോ സ്കിന്നുകാർ യൂസ് ചെയ്യുന്നതിന് ഓരോ ഇതുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി എടുക്കുകയാണ്. കാരണം നിങ്ങൾ ചെറിയ സ്പൂൺ ആണെങ്കിൽ ആ ഒരു സ്പൂൺ ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് തേനും അതുപോലെ തന്നെ പാലുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് ബെറ്റർ ആയിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് വാട്ടറി ആയി പോകരുത്. ഒരു കൺസിസ്റ്റൻസി കുറച്ച് നല്ല ഒരു ഇതിലുള്ള കൺസിസ്റ്റൻസി ആവണം. ഒരുപാട് തിക്കോ അല്ലെങ്കിൽ ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവരുത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നല്ല ഒരു ഫ്രാഗ്രൻസ് ആണ്. ഫ്രാഗ്രൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്തതൊന്നുമല്ല. അതിനകത്ത് സാൻഡിലും റെഡ് സാൻഡിലും ഇരട്ടി മധുരം അങ്ങനെ കുറേ പൗഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഒരു സ്മെല്ലാണ്. അപ്പോൾ പ്യുവർലി ഓർഗാനിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. നമ്മുടെ സ്കിൻ കെയറിന് ഈവനിങ് ടൈമാണ്, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഡെയിലി പുറത്തൊക്കെ പോണവരാണ്, അതുപോലെ കരുവാളിപ്പ് അങ്ങനെ കൂടുതലുണ്ട് ഫേസിലും നെക്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ അല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 4 തവണ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അത് ഫേസ് വാഷ് ഒന്നും ഇടേണ്ട, വെറുതെ പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ടൊന്ന് കഴുകുക. എന്നിട്ട് അതിന് ശേഷം കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു പാക്കായിട്ട് ലൈറ്റ് ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡെയിലിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തിക്ക് ലെയർ അപ്ലൈ ചെയ്യേണ്ട. കഴുത്തിലും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ കഴുത്തിന് ചുറ്റും നിങ്ങൾക്ക് കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴുത്തിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 7 to 10 മിനിറ്റ്സ് ആണ് കേട്ടോ. മാക്സിമം 10 മിനിറ്റ്സ് ആണ് വയ്ക്കുക. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം. ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജെല്ലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്യാം. പക്ഷേ മസ്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.